യേശുവിലേറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുവാനും ഈ സമയം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുമായി നാം ഒരുമിച്ചാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കാണുന്നുണ്ട്. ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാനായി ആഗ്രഹിച്ച് ആയിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങൾ ഇന്നെൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യം തരണമേ. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബം ഒത്തിരി പ്രാർത്ഥനയോടെയാണ് ഈ ഡെയിലി ബ്ലെസ്സിങ് കണ്ട് കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അവർ വചനം കേൾക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നില്ല. അവർ കുടുംബമായി ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതും. അങ്ങനെ പ്രാർത്ഥിച്ച ആ കുടുംബത്തിൽ നിന്ന് ഒരു സാക്ഷ്യം കേൾക്കുവാൻ ഇടവന്നു. ആ കുടുംബം അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച, അവർ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിനത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി മാറി. അവർ ഒറ്റ മനസ്സോടെ ഒരു തിരിയെല്ലാം കത്തിച്ചു വെച്ച് ദൈവവചനം കയ്യിലെടുത്ത് പിടിച്ചത് വായിച്ചും പ്രാർത്ഥിച്ചുമാണ് കുടുംബമായത്. പ്രാർത്ഥിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഓരോരുത്തർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എന്നറിയാൻ പറ്റും. ഈ ശുശ്രൂഷയിലൂടെ അനേകർ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇത്രയും ആളുകൾ ഈ വചനം കേൾക്കില്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കില്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ, വ്യക്തികൾ, കുടുംബങ്ങളൊക്കെയും ഈ വചനങ്ങൾ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് മുഴങ്ങുമ്പോൾ നമ്മുടെ അകത്തുള്ള ശാപത്തിൻ്റെയും ബന്ധനങ്ങളെയും എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളും ആ ശക്തി വലിച്ചെറിയും. ഇങ്ങനെ വചനം കേൾക്കുന്നത് സ്വർഗത്തിന് ഒത്തിരി സന്തോഷമാണ്. എന്നാൽ പിശാചിനോ വലിയ ദുഃഖവും ആശങ്കയുണ്ട്. പിശാചിന്, സാത്താന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ വചനം കേൾക്കുന്നത് കാണുമ്പോൾ, ഒരുമിച്ചായിരിക്കുന്നത് കാണുമ്പോൾ പിശാചിന് ആശങ്കയാണ്, ഉത്കണ്ഠയാണ്, ദുഃഖമാണ്. എന്നാൽ ദൈവത്തിനോ വലിയ സന്തോഷമാണ്. സ്വർഗം നിങ്ങളെ, നിങ്ങളുടെ ഭവനത്തെ ഓർത്ത് സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസം സംഭവിക്കുവാൻ ഇടവരട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലേക്ക് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, യേശുവും സമറിയാക്കാരി സ്ത്രീയും എന്നുള്ള വിഷയമാണ്. സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. ഉടനെ ആ സമറിയാക്കാരി സ്ത്രീ പറഞ്ഞു, നീ ഒരു യഹൂദനാണ്, ഞാൻ സമറിയാക്കാരിയാണ്. യഹൂദനും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത്? ആ ഒരു സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തരുന്ന ജലം നീ കുടിച്ചാൽ പിന്നീട് നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ സമറിയാക്കാരി സ്ത്രീ പറഞ്ഞു, അങ്ങനെങ്കിൽ ആ ജലം എനിക്ക് തരിക, മേലിൽ ഇവിടെ വെള്ളം കോരാൻ വരണ്ടല്ലോ. കാര്യം എളുപ്പമായി, ബുദ്ധിമുട്ടൊന്നും സഹിക്കണ്ട. അപ്പോൾ യേശു പറഞ്ഞ വാക്കാണ് ഇവിടെ ചിന്തിക്കുന്നത്. 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോൾ യേശു പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു,
എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്നു നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു. അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ആ വ്യക്തിയോട് യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് ആ വ്യക്തിയുടെ ഇന്നലകളെയും അറിയാമായിരുന്നു. ഇപ്പോഴുള്ള ആ വ്യക്തിയുടെ അവസ്ഥയും അറിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് വചനം പറയുവാൻ ആഗ്രഹിച്ചത്, എന്നെ അതുപോലെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ഇന്നലകളെയും എൻ്റെ ഇന്നിനെയും ഇപ്പോഴത്തെ അവസ്ഥയെയും യേശുവിനറിയാം എന്നതിൻ്റെ തെളിവാണ് ഈ വചനം. ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് കൃത്യമായി പറഞ്ഞപ്പോൾ എൻ്റെ ഇന്നലകളിലുണ്ടായ ഓരോ അവസ്ഥകളും സാഹചര്യങ്ങളും അറിയുന്നവൻ്റെ മുമ്പിൽ ആ വ്യക്തി ആകെ പകച്ചുപോയി, ഭയപ്പെട്ടു പോയി. അങ്ങൊരു പ്രവാചകനാണ്, എല്ലാം അറിയാമല്ലോ, അങ്ങെല്ലാം മനസ്സിലാക്കുന്നല്ലോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. അവരവർക്ക് അറിയാം അവരവരനുഭവിക്കുന്ന വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, സങ്കടങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ ആഴം എത്രയുണ്ടെന്ന്. മറ്റൊരാൾക്കത് പ്രിയപ്പെട്ടവരാണെങ്കിലും മനസ്സിലായി എന്ന് വരത്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഇന്നലകളിലെ അവസ്ഥകളും ഇന്നിനെയും യേശുവിനറിയാം. യേശു അത് മനസ്സിലാക്കിയാണ് ഇന്ന് നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആ സമറിയാക്കാരി സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ പണ്ടുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ ഭർത്താവല്ലാത്തൊരാളുടെ കൂടെയാണ് ഈ വ്യക്തി ജീവിക്കുന്നതും എന്ന് യേശുവിനറിയാം. എന്നിട്ടാണ് അവിടെ വന്നത്. എന്തിനാണ് അവിടെ വന്നത്? ആ വ്യക്തിയോട് സംസാരിച്ചത് ആ വ്യക്തിയെ രക്ഷിക്കാൻ, ആ വ്യക്തിക്കൊരു വിടുതൽ കൊടുക്കാൻ, ആ വ്യക്തിക്കൊരു നല്ല ജീവിതമുണ്ടാകാൻ, ആ വ്യക്തിക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ, ആ വ്യക്തിയുടെ ജീവിതം മനോഹരമാക്കാൻ, നിറമുള്ളതാക്കാൻ. നിറം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണ് പലരും. നിറം നഷ്ടപ്പെട്ടു പോയി, ഭംഗി നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട നിറവും ഭംഗിയൊക്കെ തിരിച്ചു തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കാൻ യേശു ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. ഇതുപോലെ ഈ വചനം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനിടയായത് നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ടാണ്. കുറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞിട്ട് പോകാനല്ല, കളിയാക്കിയിട്ട് ഉപേക്ഷിച്ച് പോകാനല്ല. മനുഷ്യർ പലരും അടുത്തേക്ക് വരുന്നത് ഒന്ന് കളിയാക്കാനാണ്, ഞങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ എന്നൊന്ന് നിങ്ങളെ അറിയിക്കാനാണ്, പരിഹസിക്കാനാണ്, ഒന്ന് താഴ്ത്തിക്കെട്ടാനാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കുറച്ചുകൂടി ഒന്ന് താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ നോക്കാനൊക്കെയാണ് വരുന്നത്. എന്നാൽ യേശു വരുന്നത് താഴ്ത്തിക്കെട്ടാനല്ല, തകർത്തു കളയാനല്ല, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഉള്ള നിയോഗമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന എനിക്ക് മാത്രമല്ല നിയോഗം, നിങ്ങൾക്ക് മാത്രമല്ല നിയോഗം, ഈ വചനത്തിൻ്റെ ഉടയവനായ ദൈവത്തിനുണ്ടൊരു നിയോഗം, നിങ്ങളെ രക്ഷിച്ചെടുക്കുക എന്ന നിയോഗം. സമറിയാക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നതുപോലെ ഈ വചനവും നിൻ്റെ ചെവികളിലെത്തിയത്, നിൻ്റെ ചിന്തയിലെത്തിയത്, നിൻ്റെ കുടുംബത്തിനകത്തിത് മുഴങ്ങിയത്, നിൻ്റെ ജീവിതത്തിനകത്തിത് മുഴങ്ങിയത് എന്നെ അറിയുന്നൊരു ദൈവമുള്ളത് കൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ ഇടവന്നത് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ ദൈവത്തിനറിയാം. നിങ്ങൾ ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, ഏതായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിഷയം, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ഈ വചനം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നവരായിരിക്കാം, മുടങ്ങാതെ എല്ലാ ദിവസവും ശ്രദ്ധിച്ച് എഴുതി വയ്ക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ദിവസത്തിൻ്റെ പല പ്രാവശ്യവും ഇത് ആവർത്തിച്ച് കേൾക്കുന്നവരാകാം, ഇത് പല ആളുകളിലേക്ക് അയച്ചു കൊടുക്കുന്നവരാകാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതം നിങ്ങളിലുണ്ടാകട്ടെ. ആ ശക്തി വിശേഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ശാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും എല്ലാ തടസ്സങ്ങളുടെയും ബന്ധനങ്ങളെ വചനം പൊട്ടിച്ചെറിഞ്ഞു കളയട്ടെ. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യക്തി ജീവിതങ്ങൾ കുറെ കൂടി മനോഹരമായി വരട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നിയോഗങ്ങളിൽ, പ്രാർത്ഥന ആവശ്യങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവ കടാക്ഷമുണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം ശക്തമായ സംരക്ഷണം തരട്ടെ. ദീർഘായുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. നല്ല സൗകര്യങ്ങളുള്ള ഭവനമുണ്ടാകട്ടെ. നല്ല വാഹനമുണ്ടാകട്ടെ. നല്ല യാത്രകൾ ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ലതുപോലെ ജീവിക്കാൻ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവത്തോടുള്ള ബന്ധം എല്ലാത്തിനേക്കാൾ ഉപരി വർദ്ധിച്ചു വരട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ദൈവവചനത്തോടുള്ള സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കുന്നു. വചനം കേട്ട നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കട്ടെ. ഈ ദിവസം കേൾക്കാനിടയാകട്ടെ. ഈ വചനത്തിലൂടെ നിങ്ങൾക്കൊരു വലിയ അത്ഭുതം അനുഭവിക്കാൻ ഇടവരട്ടെ. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.